ശ്രീകൃഷ്ണ 2024 ഓഗസ്റ്റ് 26 ജന്മാഷ്ടമിയാണ്. ശ്രീകൃഷ്ണ ജയന്തി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ദിവസമാണ്. എത്ര വർഷമായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചിട്ട്? ഭഗവാന്റെ എത്രാമത്തെ പിറന്നാളാണ്? 5251 പിറന്നാളാണ് 2024 ഓഗസ്റ്റ് 26 നമ്മൾ ആഘോഷിക്കുന്നത്. എത്രയാണ്? 5251. ഹരേ കൃഷ്ണ. അപ്പോൾ എന്താണ് നമ്മൾ കൃഷ്ണാഷ്ടമിയായിട്ട് ആചരിക്കുന്നത്? ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകി ആചരിക്കുന്നത്. ഭഗവാന്റെ തിരുനാൾ രോഹിണി. പക്ഷേ നമ്മൾ പൂജയൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അഷ്ടമി തിഥിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ നാരായണൻ്റെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. വാസുദേവൻ്റെ പുത്രനായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തിരുവവതാരം ചെയ്തത്. ഭഗവാൻ അവതരിക്കുന്നതിനു മുമ്പ് തന്നെ ദേവന്മാരെല്ലാവരും അവരവരുടെ ഭാര്യമാരോടൊത്ത് ഭൂമിയിൽ സജ്ജനങ്ങളുടെ കുടുംബത്തിൽ പിറവിയെടുത്ത് കഴിഞ്ഞിരുന്നു. എന്തിനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ബന്ധുജനങ്ങളായിട്ടും ഗോപീഗോപന്മാരായിട്ടും ഒക്കെ ജന്മമെടുത്തത് പല വിധത്തിലുള്ള ദേവന്മാരാണ്. ഭൂമിയുടെ ഭാരം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ നാരായണൻ കൃഷ്ണരൂപത്തിൽ അവതരിച്ചത്. യദുവംശാധിപനായ ശൂരസേന രാജാവാണ് ആ സമയത്ത് മധുരയും സുരസേനമെന്ന ഭൂഭാഗവും ഭരിച്ചിരുന്നത്. ശൂരസേനൻ്റെ ഭരണം മൂലം യദുകുല രാജാക്കന്മാരുടെയെല്ലാം തലസ്ഥാനം മധുരയായി തീർന്നു. ദ്വാരക എന്നതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നിത്യ സന്നിധാനമുള്ള സ്ഥലം തന്നെയാണ് മധുര. ഈശ്വരഭക്തിയുള്ള യദുവംശജർക്കെല്ലാം അങ്ങനെയാണ് മധുര തലസ്ഥാനമായത്. ഒരിക്കൽ ശൂരസേന പുത്രനായ വാസുദേവൻ ദേവകിയെ വിവാഹം കഴിച്ചു. ദേവകിയോടൊത്ത് രഥത്തിൽ സ്വഗൃഹത്തിലേക്ക് പോവുകയായിരുന്നു. ദേവകിയുടെ പിതാവായ ദേവകൻ പുത്രീവാത്സല്യം നിമിത്തം വമ്പിച്ച ഒരു സ്ത്രീധനം നൽകിയിരുന്നു. പൂർണ്ണമായും സ്വർണ്ണ സാമഗ്രികൾ കൊണ്ട് അലങ്കരിച്ച സ്വർണ്ണനിർമ്മിതമായ 100 കണക്കിന് രഥങ്ങളാണ് അദ്ദേഹം മകൾക്ക് സമ്മാനമായി നൽകിയത്. സഹോദരിയായ ദേവകിയെ സന്തോഷിപ്പിക്കാനായി ഉഗ്രസേന പുത്രനായ കംസൻ തന്നെയായിരുന്നു തേര് തെളിച്ചിരുന്നത്. വൈദിക സമ്പ്രദായമനുസരിച്ച് വിവാഹാനന്തരം സഹോദരിയെയും ഭർത്താവിനെയും അവരുടെ ഗൃഹത്തിൽ കൊണ്ടുചെന്നെത്തിക്കേണ്ട ഉത്തരവാദിത്തം സഹോദരനാണ്. നവവധുവിന് സ്വഗൃഹത്തിൽ നിന്നുള്ള വേർപാട് വലിയ ദുഃഖമാണല്ലോ എന്നു കരുതിയാണ് ഭർതൃഗൃഹം വരെ സഹോദരൻ ഒപ്പം പോകുന്നത്. ദേവകൻ ധാരാളം സമ്മാനങ്ങൾ ദേവകിക്ക് കൊടുത്തു. സ്വർണ്ണമാല്യങ്ങൾ കൊണ്ട് പൂർണ്ണമായി അലങ്കരിച്ച 400 ആനകൾ, സർവാലങ്കൃതമായ 1500 കുതിരകൾ, 1800 രഥങ്ങൾ, കൂടാതെ മകളോടൊത്തു പോകാൻ 200 സുന്ദരികളും. അങ്ങനെ ധാരാളം സമ്മാനങ്ങൾ കൊടുത്തിട്ടാണ് ദേവകിയെ ഭർതൃഗൃഹത്തിലേക്ക് വിടുന്നത്. വധൂവരന്മാരുടെ ഘോഷയാത്രാവേളയിൽ ആ മംഗളമുഹൂർത്തത്തിൻ്റെ സൂചനയായി അനേകം വാദ്യമേളങ്ങൾ മുഴങ്ങിയിരുന്നു. ശംഖനാദം, കാഹളഭേരീരവം, മദ്ദളധ്വനി ആക്കം കൂടി നല്ലൊരു സംഗീതമേള തന്നെ. ഘോഷയാത്ര അങ്ങനെ വളരെ ആകർഷകമായ രീതിയിൽ മുമ്പോട്ട് നീങ്ങുകയായിരുന്നു. ആ സമയത്ത്
ആകാശത്തു നിന്നും ഒരു അശരീരി അത് സാരഥിയായ കംസനോട് പറഞ്ഞു, കംസ, നീ ഒരു പമ്പര വിഡ്ഢിയാണ്. നീ സ്വന്തം സഹോദരിയെയും സഹോദരീ ഭർത്താവിൻ്റെയും തേര് തെളിക്കുന്നു. എന്നാൽ നിന്റെ ഈ സഹോദരിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കുമെന്നുള്ള കാര്യം നീ അറിയുന്നില്ല. ഭോജവംശത്തിലെ ഉഗ്രസേനൻ്റെ മകനാണ് കംസൻ. ഭോജവംശത്തിലെ ഏറ്റവും നിഷ്ഠൂരനായ അസുര രാജാവാണ് അയാളെന്നാണ് പരക്കെ പറയുന്നത്. ആകാശത്തു നിന്നുള്ള ഈ പ്രവചനം കേട്ടയുടൻ അയാൾ ദേവകിയുടെ തലമുടി ചുറ്റിപ്പിടിച്ച് സഹോദരിയെ വധിക്കാൻ വാളുയർത്തി. കംസന്റെ പെരുമാറ്റത്തിൽ വാസുദേവർ അമ്പരന്നു. നാണം കെട്ട ഈ നിഷ്ഠൂരനായ ഭാര്യാ സഹോദരനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മഹത്തായ കാരണങ്ങൾ പ്രമാണങ്ങൾ സഹിതം പറഞ്ഞു. പ്രിയപ്പെട്ട കംസ, ഭോജവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവാണങ്ങ്. അങ്ങ് വളരെ യുദ്ധവീരനാണ്, പരാക്രമിയാണ്, രാജാവാണ്. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. ഒരു സ്ത്രീയെ, അതും സ്വന്തം സഹോദരിയെ, അവളുടെ വിവാഹ ദിനത്തിൽ ഇങ്ങനെ വധിക്കാൻ പാടുണ്ടോ? അങ്ങിത് ചെയ്യുന്നത് വലിയ ദോഷം ചെയ്യും. അങ്ങയുടെ സ്വജീവിതത്തിലും സമൂഹത്തിലുമെല്ലാം തന്നെ ഇത് മാറാ കളങ്കമായി തീരും. ഈ വിധമൊക്കെ പല കാര്യങ്ങൾ വാസുദേവർ കംസനോട് പറഞ്ഞു. പക്ഷേ കംസൻ്റെ മനസ്സ് ഒട്ടും തന്നെ മാറിയില്ല. കംസൻ അങ്ങേയറ്റം പാപിയായിരുന്നിട്ടുകൂടി പത്നിയെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ ആലോചിച്ച ശേഷം വസുദേവർ തികഞ്ഞ ആദരവോടെ കംസനോട് സംസാരിക്കാൻ തുടങ്ങി. ചിലപ്പോൾ വസുദേവരെ പോലെയുള്ള പുണ്യ ആത്മാക്കൾക്ക് കംസനെ പോലെയുള്ള പാപികളെ സ്തുതിവചനം കൊണ്ട് ആദരിക്കേണ്ടതായി വരാറുണ്ട്. അത് നയതന്ത്രത്തിൻ്റെ മാർഗമാണ്. അത്യന്തം ദുഃഖിതനായ വസുദേവർ പുറമേക്ക് വളരെ ഉല്ലാസവാനായി നടിച്ചു. അങ്ങേയറ്റം ക്രൂരനാണ് കംസനെന്ന് വസുദേവർക്കറിയാം. അതുകൊണ്ടാണ് ആ നാണം കെട്ടവനോട് ആദരവോടെ അദ്ദേഹം സംഭാഷണം ആരംഭിച്ചത്. വസുദേവർ പറഞ്ഞു, പ്രിയപ്പെട്ട കംസ, സഹോദരിയിൽ നിന്ന് അങ്ങേക്ക് അപകടമൊന്നും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക. ആകാശത്തിൽ നിന്നൊരു അശരീരി കേട്ടതുകൊണ്ടാണല്ലോ അങ്ങ് ആപത്ത് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആപത്ത് അങ്ങയുടെ സഹോദരീ പുത്രന്മാരിൽ നിന്നാണ്. ഇപ്പോൾ എന്തായാലും ആ പുത്രന്മാർ ജനിച്ചിട്ടില്ലല്ലോ. അതുമല്ല, ഭാവിയിൽ പുത്രരുണ്ടാകുമോ ഇല്ലയോ എന്ന് പോലും ആർക്കറിയാം. ഈ വക കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ തൽക്കാലം അങ്ങ് സുരക്ഷിതനാണ്. അങ്ങേക്ക് സഹോദരിയിൽ നിന്നും യാതൊരു ആപത്തും വരില്ല. അതിൽ അങ്ങേക്ക് തീർച്ചയാണല്ലോ. എന്നെങ്കിലും അവൾക്ക് പുത്രന്മാരുണ്ടായാൽ അവരെയെല്ലാം ഉടൻ തന്നെ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. വസുദേവരുടെ വാക്കിൻ്റെ വില കംസൻ അറിയാം. അതുമല്ല, അദ്ദേഹത്തിൻ്റെ വാദഗതി കംസന് ബോധ്യമാവുകയും ചെയ്തു. സഹോദരിയെ ഹീനമായി വധിക്കുക എന്ന നിഷ്ഠൂര കൃത്യത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് അയാൾ പിന്തിരിഞ്ഞു. വസുദേവർ സന്തുഷ്ടനായി കംസനെ വാനോളം പുകഴ്ത്തി അദ്ദേഹം സ്വഗൃഹത്തിലേക്ക് മടങ്ങി. കാലഗതിയിൽ വസുദേവർക്കും ദേവകിക്കും 8 പുത്രന്മാരും 1 പുത്രിയും ജനിച്ചു. 1ാമത്തെ പുത്രൻ പിറന്നപ്പോൾ വസുദേവർ തൻ്റെ പ്രതിജ്ഞ പാലിച്ചു. വസുദേവർ അങ്ങേയറ്റം ശ്രേഷ്ഠനായിരുന്നു, ഒപ്പം വാക്കു പാലിക്കുന്നതിൽ പ്രസിദ്ധനും. ഈ സൽകീർത്തി അദ്ദേഹത്തിന് നിലനിർത്തേണ്ടതായിട്ടുണ്ട്. തൻ്റെ ആദ്യ സന്താനത്തെ കംസന്റെ കയ്യിൽ കൊടുക്കുക എന്നത് വസുദേവർക്ക് അത്യന്തം വേദനയായിരുന്നെങ്കിലും കുഞ്ഞിനെ സ്വീകരിക്കുന്നത് കംസന് സന്തോഷമായിരുന്നു. എന്നാൽ വസുദേവരുടെ പെരുമാറ്റം മൂലം കംസന്റെ മനസ്സിൽ അല്പം അലിവ് തോന്നി. വസുദേവരെ പോലെയുള്ള ഒരു മഹാത്മാവിന് കടമ നിർവഹിക്കുന്ന കാര്യത്തിൽ യാതൊരു തടസ്സവും ഇല്ല. അദ്ദേഹത്തെ പോലെയുള്ള ഒരു ജ്ഞാനി യാതൊരു സങ്കോചവും കൂടാതെ തൻ്റെ സ്വന്തം കടമകൾ നിർവഹിക്കും. നേരെ മറിച്ച് കംസനെ പോലെയുള്ള ഒരു അസുരൻ ഏത് കർമ്മം ചെയ്യുന്നതിൽ നിന്നും പിന്മാറുകയും ചെയ്യും.
അതുകൊണ്ടാണല്ലോ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ അവസ്ഥകളെ സഹിഷ്ണുതയോടെ നോക്കിക്കാണാൻ ഒരു പുണ്യാത്മാവിന് കഴിയുന്നതും അനുകൂല സാഹചര്യങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കാതെ ജ്ഞാനിക്ക് തൻ്റെ കടമ നിർവഹിക്കാൻ കഴിയുന്നതും കംസനെ പോലെയുള്ള ഹീനന്മാർക്ക് ഏത് പാപകർമ്മവും ചെയ്യാൻ സാധിക്കുന്നതും അതുകൊണ്ടാണ്. ഭക്തന് തൻ്റെ സർവസ്വവും പരമദിവ്യോത്തമ പുരുഷനെ തൃപ്തിപ്പെടുത്താനായി ബലി കഴിക്കാൻ പറ്റുമെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. വസുദേവരുടെ പ്രവൃത്തിയിൽ കംസൻ സംതൃപ്തനായി. വസുദേവരുടെ പ്രതിജ്ഞാപാലനത്തിൽ അയാൾ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തെക്കുറിച്ച് ഉള്ളിൽ സന്തോഷവും കാരുണ്യവും തോന്നിയ കംസൻ ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട വാസുദേവ, ഈ കുട്ടിയെ എനിക്ക് തരണ്ട. ഈ കുഞ്ഞിൽ നിന്നും എനിക്ക് ഒരാപത്തുമില്ല. നിനക്കും ദേവകിക്കും ജനിക്കുന്ന 8ാമത്തെ കുട്ടി എന്നെ വധിക്കുമെന്നാണ് അശരീരി. പിന്നെ ഞാൻ എന്തിനാണ് അനാവശ്യമായി ഈ കുട്ടിയെ സ്വീകരിക്കുന്നത്? ഇവനെ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. കുഞ്ഞിനെയും കൊണ്ട് മടങ്ങിപ്പോരുമ്പോൾ കംസന്റെ പെരുമാറ്റത്തിൽ സന്തുഷ്ടനായിരുന്നെങ്കിലും കംസൻ ആത്മനിയന്ത്രണമില്ലാത്തതിനാൽ വിശ്വസിക്കാൻ കൊള്ളുമായിരുന്നില്ല എന്ന് വാസുദേവർക്ക് അറിയാം. അങ്ങനെയിരിക്കെ നാരദ മഹാമുനി കംസന്റെ കൊട്ടാരത്തിൽ എത്തി. അദ്ദേഹത്തിൻ്റെ ആദ്യ സന്താനത്തെ കംസൻ തിരികെ കൊടുത്ത വാർത്ത നാരദ മഹർഷി അറിഞ്ഞിരുന്നു. എത്രയും വേഗം കൃഷ്ണ അവതാരത്തിന് വേഗം കൂട്ടുക എന്നുള്ളതായിരുന്നു നാരദമുനിയുടെ ലക്ഷ്യം. അതിനാൽ നന്ദരാജാവും ഗോപന്മാരും ഗോപികളും വൃന്ദാവനത്തിലെ ഗോപന്മാരും ഭാര്യമാരും മറുവശത്ത് വാസുദേവരും പിതാവ് ശൂരസേനനും യദുവംശത്തിലെ വൃഷ്ണികുലത്തിൽ പിറന്ന ബന്ധുജനങ്ങൾ മുഴുവനും കൃഷ്ണാവതാരത്തിന് സ്വീകരണം നൽകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം കംസനെ ധരിപ്പിച്ചു. ഈ വക കുടുംബത്തിലെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അവരുടെ അഭ്യുദയകാംക്ഷികൾ, ഇപ്പറഞ്ഞ കുടുംബങ്ങളിൽ പിറക്കാൻ പോകുന്ന ദേവന്മാർ എന്നിവരെയൊക്കെ കുറിച്ച് കരുതലോടെ ഇരിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കംസനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഉപദേശകന്മാരും എല്ലാവരും അസുരന്മാരായിരുന്നു. അസുരന്മാർക്ക് എപ്പോഴും ദേവന്മാരെ ഭയമാണ്. വിവിധ കുടുംബങ്ങളിൽ ദേവന്മാർ പ്രത്യക്ഷപ്പെടാൻ പോകുന്നതിനെക്കുറിച്ച് നാരദനിൽ നിന്നും കേട്ടപ്പോൾ കംസന് ഭയം തോന്നി. ദേവന്മാർ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരത്തിന് ഇനി അമാന്തമുണ്ടാവുകയില്ല എന്ന് കംസന് ബോധ്യമായി. ഉടൻ തന്നെ അയാൾ ദേവകിയെയും ഭർത്താവായ വസുദേവരെയും ബന്ധനസ്ഥരാക്കി കാരാഗൃഹത്തിൽ പാർപ്പിച്ചു. ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കാരാഗൃഹത്തിൽ കഴിഞ്ഞിരുന്ന വാസുദേവർക്കും ദേവകിക്കും വർഷം തോറും ഓരോ ആൺകുട്ടി ജനിച്ചു. ഈ കുട്ടികൾ ഓരോന്നും വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് ശങ്കിച്ച കംസൻ അവരെ ഒന്നൊന്നായി നിഗ്രഹിച്ചു. എന്നാൽ 8ാമത്തെ പുത്രനെ ആയിരുന്നു കംസന് കൂടുതൽ ഭയം. എന്നാലും നാരദന്റെ സന്ദർശനത്തെ തുടർന്ന് ഇവരിൽ ഏതു ശിശുവും കൃഷ്ണനായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിൽ കംസൻ എത്തിച്ചേർന്നു. അതുകൊണ്ട് ദേവകിക്കും വസുദേവർക്കും ജനിച്ച എല്ലാ ശിശുക്കളെയും ഹനിക്കുക തന്നെ നല്ലതെന്ന് കംസൻ തീരുമാനിച്ചു. നാരദമുനിയുടെ അനുഗ്രഹത്താൽ കംസന് തൻ്റെ പൂർവ്വജന്മത്തെപ്പറ്റി അറിവ് ലഭിച്ചിരുന്നു. പൂർവ്വജന്മത്തിൽ കംസൻ കാലനേമി എന്ന അസുരനായിരുന്നുവെന്നും വിഷ്ണുവാണ് തന്നെ നിഗ്രഹിച്ചതെന്നും കംസന് മനസ്സിലായി. ഭോജകുലത്തിൽ പിറവിയെടുത്തപ്പോൾ മുതൽ യദുവംശത്തിൻ്റെ കടുത്ത ശത്രുവാണ് കംസൻ. ഈ വംശത്തിലാണ് കൃഷ്ണൻ ജനിക്കാൻ പോകുന്നത്. പൂർവ്വജന്മത്തിലെ പോലെ തന്നെ കൃഷ്ണൻ തന്നെ നിഗ്രഹിക്കുമെന്ന് അയാൾ അത്യന്തം ഭയപ്പെട്ടിരുന്നു. ആദ്യം തന്നെ സ്വന്തം പിതാവായ ഉഗ്രസേനനെ കംസൻ തടവിലാക്കി. കാരണം യദുഭോജ വംശങ്ങളിലെല്ലാം മുഖ്യ രാജാവ് അദ്ദേഹമായിരുന്നു. പോരെങ്കിൽ വസുദേവരുടെ പിതാവായ ശൂരസേനൻ്റെ രാജ്യവും അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു. ഇപ്പറഞ്ഞ പ്രദേശങ്ങളുടെ എല്ലാം അധിപനായി കംസൻ സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. കംസന്റെ ദ്രോഹപ്രവർത്തികൾ മൂലം യദുഭോജ അന്തക വംശങ്ങളിലെ രാജാക്കന്മാർ കുരുക്കൾ, പാഞ്ചാലം, കേകയം, ശ്വാലർ, വിദേഹം, വിദർഭം, നിഷദം, കോസലം തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ അഭയം തേടി. യദുക്കളുടെയും ഭോജന്മാരുടെയും അന്ധകന്മാരുടെയും ഐക്യത്തെ കംസൻ തകർത്തു. ഇങ്ങനെ
അന്ന് ഭാരതവർഷം എന്നറിയപ്പെട്ടിരുന്ന അതിവിസ്തൃതമായ ഭൂപ്രദേശത്ത് മുഴുവൻ തൻ്റെ നില ഭദ്രമാക്കുകയും ചെയ്തു. ദേവകീ വസുദേവന്മാരുടെ 6 കുഞ്ഞുങ്ങളെയും ഒന്നിനു പിറകെ ഒന്നായി കംസൻ നിഗ്രഹിച്ചപ്പോൾ പല സുഹൃത്തുക്കളും ബന്ധുക്കളും ഈ നിഷ്ഠൂര പ്രവൃത്തികൾ അവസാനിപ്പിക്കാൻ ഉപദേശിച്ചു. എന്നാൽ ക്രമേണ അവരെല്ലാം കംസന്റെ ആരാധകരായി മാറുകയാണ് ഉണ്ടായത്. 7ാമതും ഗർഭം ധരിച്ചപ്പോൾ ദേവകിയുടെ ഗർഭത്തിൽ അവതരിച്ചത് കൃഷ്ണന്റെ പൂർണ്ണാംശമായ അനന്തനാണ്. ദേവകിയിൽ ആഹ്ലാദവും ദുഃഖവും ഒരുപോലെ നുരയിട്ടു. വിഷ്ണു ഭഗവാൻ തൻ്റെ ഗർഭത്തിൽ അഭയം തേടിയിരിക്കുന്നു എന്ന് മനസ്സിലായതിൽ ആഹ്ലാദം. ആ ശിശു പുറത്തു വരുന്ന നിമിഷത്തിൽ തന്നെ കംസൻ അതിനെ നിഗ്രഹിക്കുമല്ലോ എന്നോർത്തിട്ടുള്ള ദുഃഖം. ആ സമയത്ത് യദുക്കളുടെ സംഭീതമായ അവസ്ഥയിൽ കരുണ തോന്നിയ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ തൻ്റെ തന്നെ അനന്തശക്തിയായ യോഗമായയോട് അവതരിക്കാൻ ആജ്ഞാപിച്ചു. കൃഷ്ണൻ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിപനാണ്. പക്ഷേ അദ്ദേഹം യദുകുലത്തിൻ്റെ അധിപതി കൂടിയാണ്. പരമപുരുഷൻ്റെ തുല്യശക്തിയാണ് യോഗമായ. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് അസംഖ്യം ശക്തിവിശേഷങ്ങൾ ഉണ്ടെന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യോഗമായയോട് ഭഗവാൻ പറഞ്ഞു, ദേവകിയും വസുദേവരും കംസന്റെ കാരാഗ്രഹത്തിലാണ്. ഇപ്പോൾ ഈ നിമിഷത്തിൽ എൻ്റെ പൂർണ്ണാംശമായ ശേഷൻ ദേവകിയുടെ ഗർഭത്തിലുമാണ്. ശേഷനെ ദേവകിയുടെ ഗർഭത്തിൽ നിന്നും രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റാൻ വേണ്ടത് ചെയ്യുക. ഇതേ തുടർന്ന് ഞാൻ എൻ്റെ എല്ലാ ശക്തിയോടും കൂടി ദേവകിയുടെ ഗർഭത്തിൽ ആവിർഭവിക്കാൻ പോവുകയാണ്. ഹരേ കൃഷ്ണ. തുടർന്ന് ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി ഞാൻ അവതരിക്കും. ഭവതിയാകട്ടെ വൃന്ദാവനത്തിൽ നന്ദൻ്റെയും യശോദയുടെയും പുത്രിയായി ജന്മമെടുക്കുകയും വേണം. എൻ്റെ സമകാലിക സഹോദരിയായി അവതരിക്കുന്നതിനാൽ വിലപ്പെട്ട ഉപഹാരങ്ങൾ, പുഷ്പമാല്യങ്ങൾ, ധൂപദീപങ്ങൾ, നിവേദ്യങ്ങൾ തുടങ്ങിയവ അർപ്പിച്ച് ഭവതിയെ ലോകവാസികൾ മുഴുവൻ ആരാധിക്കും. ഭോഗവസ്തുക്കൾ നൽകി അവർക്കെല്ലാം അതിവേഗം അവിടുന്ന് സംതൃപ്തി വരുത്തണം. ഭൗതിക സുഖം ആഗ്രഹിക്കുന്നവരൊക്കെ ഭവതിയെ ദുർഗ, ഭദ്രകാളി, വിജയ, വൈഷ്ണവി, കുമുദ, ചണ്ഡിക, കൃഷ്ണ, മാധവി, കന്യക, മായ, നാരായണി, ഈശാനി, ശാരദ, അംബിക എന്നീ വിവിധ രൂപങ്ങളിൽ ആരാധിക്കും. കൃഷ്ണനും യോഗമായയും സഹോദരീ സഹോദരന്മാരായി പരമശക്തനും പരമശക്തിയുമായി അവതാരമെടുത്തു. ശക്തനും ശക്തിയും തമ്മിൽ കൃത്യമായ വ്യത്യാസമൊന്നുമില്ലെങ്കിലും ശക്തി എപ്പോഴും ശക്തന് അധീനമാണ്. ഭൗതികവാദികൾ ശക്തിയെ ആരാധിക്കുന്നവരാണ്. അതീന്ദ്രിയവാദികളാകട്ടെ ശക്തനെയാണ് ആരാധിക്കുന്നത്. കൃഷ്ണനാണ് പരമശക്തൻ. ഭൗതിക ലോകത്തിൽ പരമമായ ശക്തി ദുർഗയും. വാസ്തവത്തിൽ വൈദിക സംസ്കാരമുള്ളവർ രണ്ടുപേരെയും, ശക്തനെയും ശക്തിയെയും ഒരുപോലെ ആരാധിക്കുന്നു. വിഷ്ണുവിൻ്റെയും ദേവിയുടെയും ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. ചിലപ്പോൾ ഇവരെ ഒന്നിച്ച് നമ്മൾ ആരാധിക്കാറുമുണ്ട്. ദുർഗമായ, അതായത് കൃഷ്ണന്റെ ബാഹ്യശക്തിയെ ആരാധിക്കുന്നവർക്ക് എല്ലാ തരത്തിലുമുള്ള ഭൗതിക വിജയം എളുപ്പം നേടാൻ കഴിയും. എന്നാൽ അതീന്ദ്രിയമായ ഉന്നതി ആഗ്രഹിക്കുന്നവർ കൃഷ്ണാവബോധത്തിലെ പരമശക്തനെയാണ് ആരാധിക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, നമ്മളിടയ്ക്ക് എപ്പോഴും പറയുന്നതാണ്. അതായത് ഭഗവാൻ നാരായണനെ നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ആത്യന്തികമായ മോക്ഷമാണ്, വിഷ്ണു പദത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. എന്നാൽ നമുക്ക് ഭൗതിക ജീവികൾ, നമ്മളെപ്പോലുള്ള ഭൗതിക ജീവികൾ, ഭൗതിക ആവശ്യങ്ങൾ നമുക്ക് ധാരാളമായിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് നമ്മൾ നിത്യവും എന്തു ചെയ്യണമെന്ന് പറയുന്നുണ്ട്? ലളിതാ സഹസ്രനാമം
ജപിക്കണമെന്ന് പറയുന്നുണ്ട്. ദേവിയുടെ പല പല രൂപങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഗായത്രി മന്ത്രത്തെ പറ്റിയും ഗായത്രി ദേവിയെ പറ്റിയും ഒക്കെ പറഞ്ഞിരുന്നു. ഇതെല്ലാം മഹാമായയുടെ വിവിധ വിവിധ രൂപങ്ങളാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ കൃഷ്ണനും യോഗമായയും സഹോദരീ സഹോദരന്മാരായി അവതരിക്കുന്നു. തൻ്റെ പൂർണ്ണാംശമായ അനന്തശേഷൻ ദേവകിയുടെ ഗർഭത്തിലായിരുന്നുവെന്നും ഭഗവാൻ യോഗമായയെ അറിയിക്കുന്നു. രോഹിണിയുടെ ഗർഭത്തിലേക്ക് ശക്തിയായി ആകർഷിക്കപ്പെട്ടതിനാൽ അദ്ദേഹം സംഘർഷണൻ എന്ന പേരിൽ അറിയപ്പെട്ടു. സകല ബലത്തിൻ്റെയും പ്രഭവമായിരിക്കും അദ്ദേഹം. അതിനാൽ പൂർണ്ണാംശമായ അനന്തൻ സംഘർഷണനെന്നോ ബലരാമനെന്നോ ഉള്ള പേരിലായിരിക്കും അറിയപ്പെടുക. ഇപ്രകാരം പരമദിവ്യോത്തമ പുരുഷന്റെ കൽപ്പനയുണ്ടായപ്പോൾ യോഗമായ അദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്ത് കൽപ്പനപ്രകാരം ഭൗതിക ലോകത്ത് അവതാരം ചെയ്യുന്നു. സർവശക്തനായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ ശേഷനെ ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് രോഹിണിയുടെ ഗർഭത്തിലേക്ക് ആവാഹിച്ചു മാറ്റിയപ്പോൾ അവരിരുവരും യോഗനിദ്ര എന്നുകൂടി പേരുള്ള യോഗമായയുടെ വശ്യശക്തിക്ക് അധീനരായിരുന്നു. ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയതായി ലോകർ കരുതി. അങ്ങനെ ബലരാമൻ പ്രത്യക്ഷപ്പെട്ടത് ദേവകിയുടെ ഗർഭത്തിലാണെങ്കിലും രോഹിണിയുടെ ഗർഭത്തിലേക്ക് ആവാഹിക്കപ്പെട്ടു. ഈ ഏർപ്പാടുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം നിർമ്മല ഭക്തന്മാരിൽ തൻ്റെ പൂർണ്ണ ശക്തികളും വിന്യസിക്കാൻ എപ്പോഴും സന്നദ്ധനായ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണൻ സർവസൃഷ്ടികളുടെയും അധിപനായി വാസുദേവരുടെ മനസ്സിൽ പ്രവേശിച്ചു. ദേവകിയുടെ നിർമ്മല ഹൃദയത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ ആദ്യം സ്ഥിതി ചെയ്തത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. ശുക്ലവിസർജനത്തിലൂടെ അല്ല ദേവകിയുടെ ഗർഭത്തിൽ അദ്ദേഹം പ്രവേശിച്ചത്. പരമദിവ്യോത്തമ പുരുഷന് തൻ്റെ സങ്കല്പാതീതമായ ശക്തി വഴി ഏതു വിധത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയും. ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ പ്രത്യക്ഷപ്പെടാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശുക്ലനിക്ഷേപത്തിൻ്റെ ആവശ്യമേ ഇല്ല. സ്വന്തം ഹൃദയത്തിൽ പരമാത്മാവിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ സാധാരണ മനുഷ്യന് അസഹനീയമായി തോന്നുന്ന ജ്വലിക്കുന്ന രശ്മികളുള്ള സൂര്യനെ പോലെ വസുദേവർ തേജസ്വിയായി. വസുദേവരുടെ നിർമ്മലമായ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവൻ രൂപം കൃഷ്ണൻ്റെ രൂപത്തിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല. കൃഷ്ണരൂപം എവിടെ പ്രത്യക്ഷപ്പെട്ടാലും, വിശേഷിച്ച് ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ ആ സ്ഥാനത്തിന് ധാമമെന്നാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചപ്പോൾ ദേവകിക്ക് അതീന്ദ്രിയമായ സൗന്ദര്യമാണ് ഉണ്ടായത്. പരമദിവ്യോത്തമ പുരുഷനെ ഗർഭത്തിൽ പേറുന്ന അവളുടെ അതീന്ദ്രിയ സൗന്ദര്യം ദർശിക്കാൻ ആർക്കും സാധിച്ചതുമില്ല. കാരണം കംസന്റെ കൊട്ടാരത്തിൽ കാരാഗ്രഹത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ബന്ധനസ്ഥയായിരുന്നു ദേവകി. എന്നാൽ തൻ്റെ സഹോദരി ദേവകിയുടെ അതീന്ദ്രിയ സൗന്ദര്യം കാണാൻ കംസന് കഴിഞ്ഞു. പരമാത്മാവ് അവളുടെ ഗർഭത്തിൽ കുടികൊള്ളുന്നുവെന്ന് കംസന് മനസ്സിലാവുകയും ചെയ്തു. ഇതിനു മുമ്പ് ഇത്രയും സുന്ദരിയായി കംസൻ അവളെ കണ്ടിട്ടില്ല. അത്ഭുതകരമായി എന്തോ ഒന്ന് ദേവകിയുടെ ഗർഭത്തിലുണ്ടെന്ന് കംസന് തികച്ചും ബോധ്യപ്പെട്ടു. സമീപഭാവിയിൽ പരമാത്മാവ് തന്നെ നിഗ്രഹിക്കും, തീർച്ച അദ്ദേഹം എത്തിക്കഴിഞ്ഞു. കംസൻ ചിന്താകുലനായി. ദേവകി എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായും വിഷ്ണു അഥവാ കൃഷ്ണൻ അവളുടെ ഗർഭത്തിലുണ്ട്. ഈ വിധം ചിന്തിച്ചു ചിന്തിച്ച് കംസന്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു. എന്നാൽ ദേവകിയെ ഇപ്പോൾ തന്നെ നിഗ്രഹിച്ചാലോ എന്ന് തന്നെ കംസൻ വിചാരിച്ചു. പിന്നെയും അത് വേണ്ട എന്ന് തീരുമാനിച്ചു. ഒടുവിൽ തൽക്കാലം ദേവകിയെ വധിക്കേണ്ട, അനിവാര്യമായ ഭാവിക്ക് വേണ്ടി കാത്തിരിക്കാമെന്ന് കംസൻ തീരുമാനിച്ചു. എന്നാൽ എപ്പോഴും അയാളുടെ മനസ്സ് പരമാത്മാവിൻ്റെ നേരെയുള്ള ശത്രുതയിലാണ്ട് മുഴുകിയിരുന്നു.
പിറന്നു വീഴുന്ന കുട്ടിയെ ഇതിനു മുമ്പെന്ന പോലെ അയാൾ കൊന്നുകളയാമെന്ന പ്രതീക്ഷയിൽ കുട്ടിയെ കയ്യിൽ കിട്ടാൻ വേണ്ടി അദ്ദേഹം അക്ഷമയോടെ കാത്തിരുന്നു. എപ്പോഴും വിഷ്ണുവിനെ പറ്റി ചിന്ത, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും സദാ വിഷ്ണു ചിന്ത മാത്രം. ഹരേ കൃഷ്ണ. ഭഗവാന്റെ തിരുവവതാരം എത്താറായി. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ പറയാം. അതുപോലെ തന്നെ ജന്മാഷ്ടമി നമ്മൾ വ്രതമെടുക്കണം. എങ്ങനെയാണോ ഏകാദശി എടുക്കേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് ജന്മാഷ്ടമി വ്രതവും എടുക്കേണ്ടത്. ഭഗവാന്റെ 5251 ബർത്ത് ആനിവേഴ്സറിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. തിങ്കളാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച ദിവസം ഒരിക്കലെടുക്കണം. 26-ാം തീയതി എങ്ങനെ ഏകാദശി നമ്മൾ എടുക്കുന്നുണ്ടോ അതേ രീതിയിൽ തന്നെ വ്രതമെടുക്കുക. അതായത് അരിഭക്ഷണം, ധാന്യഭക്ഷണം ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് വ്രതമെടുക്കുക. പിറ്റേ ദിവസം നമ്മൾ പാരണ വീടണം. പാരണ വീടുന്നതിനും വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് ഒരു പ്രത്യേക സമയമുണ്ട്. അതായത് ഇസ്കോൺ പറയുന്ന ഒരു സമയമുണ്ട്. ഉദാഹരണമായിട്ട് കേരളത്തിൽ ഓഗസ്റ്റ് 27-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് 3:38 അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നത് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇസ്കോൺ പറയുന്നത് രോഹിണി നക്ഷത്രവും അവസാനിച്ചതിന് ശേഷമാണ് വൈഷ്ണവ സമ്പ്രദായത്തിൽ വ്രതം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ പാരണ വീടാം. അതല്ലെങ്കിൽ കേരളത്തിലും ഭാരതത്തിലുമുള്ളവർ രാവിലെ 6:21 ശേഷം പാരണ വീടാം. അപ്പോൾ കൃത്യമായി സമയം നിങ്ങൾക്കറിയണമെങ്കിൽ, ഏതൊക്കെ സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് കൃത്യമായി സമയം പാരണ വീടേണ്ടുന്ന സമയം അറിയണമെങ്കിൽ കമൻ്റ് ഇട്ട് ചോദിക്കൂ. ഞാൻ അത് വീഡിയോ ആയിട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കമൻറ്റിന് മറുപടി പറയുകയോ ചെയ്യാം. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പൂജാസമയം ഓരോ സ്ഥലങ്ങൾ, അതായത് നമ്മൾ ഏകാദശിക്ക് പാരണാസമയം പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ പൂജാസമയം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതടുത്ത വീഡിയോ ആയിട്ടിടാം, എല്ലാവരും കേൾക്കണം. ഈ അഷ്ടമിരോഹിണി ദിവസം ഓരോ സ്ഥലങ്ങളിലും പൂജ ചെയ്യേണ്ടുന്നത് പ്രത്യേക സമയമാണ്. അതായത് രാത്രിയിലുള്ള ആ പൂജാസമയം. ആ സമയം നമ്മൾ നിർബന്ധമായും ഉണർന്നിരുന്ന് എല്ലാ കൃഷ്ണഭക്തരും അത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഇനി ഏതവസ്ഥയിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിലും ആ സമയം ഉണർന്നിരുന്ന് ഭഗവാന് പൂജ ചെയ്യണം. പൂജ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിച്ചിരിക്കണം. അങ്ങനെ ചെയ്താൽ അടുത്ത ഒരു വർഷം ഭഗവാന്റെ അപാരമായ കൃപ നിങ്ങൾക്കുണ്ടാകും. ഒരു വർഷം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം. അതുകൊണ്ട് ആ സമയത്ത് ഭഗവാന് നൈവേദ്യം അർപ്പിച്ച്, ഭഗവാൻ ഇഷ്ടമുള്ള പ്രസാദങ്ങൾ വെച്ച് പാൽപ്പായസം ഉണ്ടാക്കാം, ഉണ്ണിയപ്പം ഉണ്ടാക്കാം, അതുപോലെ ലഡ്ഡു ഉണ്ടാക്കാം, നമുക്ക് എന്തൊക്കെ പഴങ്ങൾ കൊടുക്കാം. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാം. എന്നാൽ ഉണ്ണിക്കണ്ണനാണ് വരാൻ പോകുന്നത്. എന്തെങ്കിലും നമ്മുടെ കൈകൊണ്ടൊന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പിറ്റേ ദിവസം പാരണ വീടിയതിനു ശേഷം നമുക്കത് അരി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കത് ഭക്ഷിക്കുകയും ചെയ്യാം. ഇനി പുണ്യപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരി കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്, അതല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയാലും ധാന്യമാണല്ലോ. അപ്പോൾ അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പാരണ വീടിയതിന് ശേഷം നമുക്കത് പ്രസാദമായിട്ട് ഭക്ഷിക്കാം. എന്തെങ്കിലും ഒന്ന് ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ അടുത്ത ദിവസം തന്നെ കൗസ്തുഭത്തിലിടാം. അതെല്ലാവരും ഒന്ന് കണ്ട് അതേപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ നിർബന്ധമായും എല്ലാവരും കാണണം. പൂജാസമയമാണ്. അതുപോലെ പാരണാസമയം വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ടുള്ള പാരണാസമയം വേണമെങ്കിൽ അത് പറഞ്ഞോളൂ. പൊതുവായിട്ടുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുകയും ചെയ്യാം. എല്ലാവരും നാമം ചൊല്ലുക, പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഉത്തരരാമായണം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അത് കേൾക്കുക, നാമം ചൊല്ലുക. ഹരേ കൃഷ്ണ.